പൈനിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC GD 2023 എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. എക്സാം ഡേറ്റ്, അതുപോലെ തന്നെ പോസ്റ്റുകളുടെ എണ്ണം, വേക്കൻസീസ്, പിന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫോഴ്സുകൾ SSC GDക്ക് ഏതൊക്കെ ഫോഴ്സുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നത്? ഏതൊക്കെയാണ്? BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, NCB, SSF. ഇത്രയും സേനകളിലേക്കാണ് നമ്മൾ GDക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന്റെ എക്സാമിനേഷൻ വരുന്നത് ഫെബ്രുവരി 20, 2024 എല്ലാവരും പ്രിപ്പറേഷനിലാണെന്ന് കരുതുന്നു. ഫെബ്രുവരി 20, 2024 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാമിനേഷൻ എന്ന് വരെയാണ്? മാർച്ച് 12, 2024 വരെയാണ്. മാർച്ച് 12, 2024 വരെയാണ് എക്സാം നടക്കുന്നത്. ഫെബ്രുവരി 20 എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. നെക്സ്റ്റ്, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. മുൻ വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷവും വന്നിട്ടുള്ള ആപ്ലിക്കേഷനും അതിന്റെ വേക്കൻസികളും അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 2021 70 ലക്ഷത്തിന് മേലെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. വേക്കൻസീസ് എത്രയായിരുന്നു? 25,271 ആയിരുന്നു. 25,000-ന് മേലെയുള്ള വേക്കൻസി ആയിരുന്നു 2021 വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്തവർ 70 ലക്ഷത്തിന് മേലെയായിരുന്നു. അതുപോലെ 2022 54 ലക്ഷത്തിന് മേലെ ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. വേക്കൻസീസ് 50,000 വേക്കൻസീസ് ഉണ്ടായിരുന്നു. 50,000 വേക്കൻസീസ് 2022 ഉണ്ടായിരുന്നു. 2023 വന്നപ്പോൾ 47 ലക്ഷം പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 47 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്രാവശ്യത്തെ വേക്കൻസി 26,146 വേക്കൻസികളാണ് ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പകുതി വേക്കൻസികളാണ് ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചവരുടെ എണ്ണത്തിലും നല്ല കുറവുണ്ട്. 47 ലക്ഷത്തിന് മേലെ ആൾക്കാരാണ് ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. 2022 കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ NCBയുടെ കട്ട് ഓഫ് നോക്കുകയാണ്. NCBയുടെ കട്ട് ഓഫ് നോക്കുകയാണ്. NCBയിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 139.3 139.3 അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. OBC കാറ്റഗറിക്കോ? OBC കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 137.6 137.6 OBCക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ESM എക്സ് സർവീസ്മാന് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 71 മാർക്കാണ്. 71.8 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ST കാൻഡിഡേറ്റ്സിന് 123 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 123 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ST കാൻഡിഡേറ്റ്സിന് 127 മാർക്ക് കട്ട് ഓഫ്. EWS കാറ്റഗറിക്ക് 136.7 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് NCBയുടെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ്. SSFന്റെ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് ആണ് നോക്കുന്നത്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 142.03 മാർക്കാണ്. 142.03 മാർക്കാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. OBC കാറ്റഗറിക്ക് 140.7 വന്നിട്ടുണ്ട്. ESM കാൻഡിഡേറ്റ്സിന് 75 വന്നിട്ടുണ്ട്. ST കാൻഡിഡേറ്റ്സിന് 126.4, SC കാൻഡിഡേറ്റ്സിന് 129.7, EWS കാൻഡിഡേറ്റ്സിന് 139.1. ഇങ്ങനെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് SSFൽ വന്നിട്ടുള്ള കട്ട് ഓഫ്. നെക്സ്റ്റ് നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നോക്കുകയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SSFൽ വന്ന കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കുന്നത്. ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 132.7 ആണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 132.7 ആണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. OBC കാറ്റഗറിക്ക് 130.7, ST കാൻഡിഡേറ്റ്സിന് 112.1, SC കാൻഡിഡേറ്റ്സിന് 115.2, EWS കാൻഡിഡേറ്റ്സിന് 128.4. ഇങ്ങനെയാണ് ഫീമെയിൽസിന്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് SSFൽ. നെക്സ്റ്റ് നമ്മൾ അതർ കാറ്റഗറീസിൽ അതർ ഫോഴ്സിലേക്ക്, അതർ കാറ്റഗറീസ് അല്ല, അതർ ഫോഴ്സിൽ മെയിൽസിന്റെ കട്ട് ഓഫ്, കേരളത്തിലെ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി നക്സൽ ഏരിയയിലുള്ള അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന കട്ട് ഓഫ് ആണ് 48 മാർക്കാണ്. 48 മാർക്കാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന കട്ട് ഓഫ്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത്. ഓക്കെ, നക്സൽ ഏരിയ അല്ലാത്ത അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്നത് എത്രയാണ്? 60 മാർക്കാണ്. 60.1 ആണ്
അൺറിസർവ്ഡ് കാറ്റഗറി, നക്സൽ ഏരിയ അല്ലാത്ത അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്നതാണ് 60.1. ഓക്കെ, നെക്സ്റ്റ് ഒ ബി സിയിൽ നക്സൽ ഏരിയയിൽ വരുന്നതാണ് 40.02. 40.02 ആണ് ഒ ബി സിക്ക് വരുന്നത്, നക്സൽ ഏരിയയിൽ വരുന്നത്. നക്സൽ ഏരിയ അല്ലാത്ത സ്ഥലത്ത് എത്രയാണ് ഒ ബി സിക്ക് വരുന്നത്? 52.03 ആണ്. 52.03 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇ എസ് എം കാൻഡിഡേറ്റ്സിന് വരുന്ന എത്രയാണ്? 34.8 ആണ്. 34.8 ആണ് ഇ എസ് എം കാൻഡിഡേറ്റ്സിന് വരുന്നത്. എസ് ടി കാൻഡിഡേറ്റ്സ് നക്സൽ ഏരിയ എത്രയാണ് വരുന്നത്? 32.02 ആണ്. 32.02 ആണ് വരുന്നത്. എസ് ടി കാൻഡിഡേറ്റ്സ് നക്സൽ ഏരിയ അല്ലാത്ത കാൻഡിഡേറ്റ്സിന് വരുന്നത് എത്രയാണ്? 34.8 ആണ്. 34.8 ആണ്. നെക്സ്റ്റ് നക്സൽ ഏരിയ എസ് സി കാൻഡിഡേറ്റ്സിന് 32 ആണ്. 32 ആണ് നക്സൽ ഏരിയ എസ് സി കാൻഡിഡേറ്റ്സിന് വരുന്നത്. എസ് സി കാൻഡിഡേറ്റ്സ് ജനറലിന് വരുന്ന എത്രയാണ്? 40.2 ആണ്. 40.2 ആണ്. അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് നക്സൽ ഏരിയക്ക് വരുന്ന എത്രയാണ്? 40.6 ആണ്. 40.6 ആണ് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് നക്സൽ ഏരിയയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ കട്ട് ഓഫ് ആണ്. കേരളത്തിന്റെ ഫീമെയിൽ കട്ട് ഓഫ് ആണ് ജി ഡിക്ക് വന്നത്. നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി നക്സൽ ഏരിയ നോക്കുകയാണെങ്കിൽ 63.33 ആണ്. 63.33 ആണ് വരുന്നത്. നക്സൽ ഏരിയ അല്ലാത്ത ഏരിയ നോക്കുകയാണെങ്കിൽ 95.5 ആണ്. 95.5 ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് വരുന്നത്. ഒ ബി സി കാൻഡിഡേറ്റ്സ് നക്സൽ ഏരിയക്ക് വരുന്നത് 60.6 ആണ്. 60.6 ആണ് വരുന്നത്. ഒ ബി സി കാൻഡിഡേറ്റ്സ് ജനറൽ നക്സൽ ഏരിയ അല്ലാത്ത ഒ ബി സി കാൻഡിഡേറ്റ്സിന് വരുന്നത് എത്രയാണ്? 88.38 ആണ്. 88.38 കട്ട് ഓഫ് വരുന്നുണ്ട്. നക്സൽ ഏരിയ എസ് സിക്ക് വരുന്നത് 54.5 ആണ്. നക്സൽ ഏരിയ ഇ ഡബ്ല്യു എസിന് വരുന്നത് 41.5 ആണ്. നക്സൽ ഏരിയ ഇ ഡബ്ല്യു എസിന് വരുന്നത് എത്രയാണ്? 41.5 ആണ്. എസ് സി ജനറൽ എസ് സി നക്സൽ ഏരിയ അല്ലാത്ത എസ് സി കാൻഡിഡേറ്റ്സിന് എത്രയാണ്? 67.8 ആണ് വരുന്നത്. ഇ ഡബ്ല്യു എസ് നക്സൽ ഏരിയ അല്ലാത്തവർക്ക് എത്രയാണ് വരുന്നത്? കട്ട് ഓഫ് 65.3 ആണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് 2022 കട്ട് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. താങ്ക് യു.